ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി അടിപൊളി ഒരു കോഴി ബിരിയാണിയാണ്. ഒരു പൊരിച്ച കോഴിയുടെ ബിരിയാണിയാണ് കേട്ടോ. നമ്മൾ സാധാരണ കോഴി പൊരിച്ച് ബിരിയാണി എല്ലാം ഉണ്ടാക്കുമ്പോൾ കോഴിനെ ഒന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാറാണല്ലോ ചെയ്യാറ്. അപ്പോൾ ഇന്ന് അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് ഞാൻ കോഴിനെ എയർ ഫ്രയറിൽ ഒന്ന് ഫ്രൈ ചെയ്തുകൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പം വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഓയിലിൽ പൊരിച്ചെടുക്കാണ്ട് അടിപൊളി ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ നമ്മുടെ ചിക്കൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ആ ചിക്കനെ ഞാൻ ഒരു 10-15 മിനിറ്റ് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ഒക്കെ ഇട്ടുകൊണ്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ എയർ ഫ്രയറിൽ ഒരു ബട്ടർ പേപ്പറെല്ലാം വിരിച്ച് കൊടുത്തിട്ട് നമ്മുടെ ചിക്കന് അതിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി ഓയിലെല്ലാം ഈ ടൈമിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു 180 ഡിഗ്രിയിൽ 11-12 മിനിറ്റ്സ് വെക്കാണ്. ഓവർ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, അത്രയും മതി. ഇത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയിലോട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു 5 ഉള്ളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതെല്ലാം ഒന്ന് പൊരിച്ചിട്ടാണ് ഞാൻ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഉള്ളി പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. അതാ നമ്മുടെ ഉള്ളിയെല്ലാം പാകത്തിന് പൊരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കിയെല്ലാം ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനെല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു വശമൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് മറിച്ചിട്ട് കൊടുക്കണം. എല്ലാ ചിക്കനും ഒരേപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഈ 180 ഡിഗ്രിയിൽ ഒരു 10-11 മിനിറ്റ്സ് വീണ്ടും വെച്ച് കൊടുക്കട്ടോ. അടുത്ത ഭാഗം ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഉള്ളിയും പൊരിച്ചെടുക്കുക. അതിലോട്ട് ആവശ്യമുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരിയും ഒക്കെ ഒന്ന് കോരിയെടുക്കട്ടോ, പൊരിച്ച് കോരിയെടുക്കാം. ഇപ്പോൾ ഇതാ അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ റെഡി ആവുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, ഇതിലോട്ടുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചിക്കൻ്റെ അടുത്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് അവിടെ സൈഡിൽ നിന്ന് ആയിക്കോളും. നമുക്ക് ഇപ്പുറത്ത് അതിൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിലോട്ടുള്ള റൈസ് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പശു നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് അല്പം ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറാമ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പിന്നെ അതുപോലെ ബേ ലീഫ് ഇതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1-2 മിനിറ്റൊക്കെ ആ റൈസിനെ ആദ്യം കിടന്നൊന്ന് വറുത്തെടുക്കുന്നുണ്ട് റൈസിനെ. അപ്പം നല്ല റൈസൊക്കെ നല്ല വിട്ട് നല്ല എന്താ പറയുക, നല്ല ഭംഗിയുണ്ട് നമ്മുടെ ബിരിയാണി കാണാൻ തന്നെ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കട്ടോ. അപ്പോൾ 1-2 മിനിറ്റൊക്കെ ഞാൻ റൈസ് അതിൽ കിടന്ന് വറുത്തതിന് ശേഷം അതിലോട്ട് ഞാൻ നല്ല തിളച്ച വെള്ളം തന്നെയാണ് ചേർക്കുന്നത്. പിന്നെ അതിലോട്ട് നമ്മൾ പച്ചവെള്ളം ചേർക്കരുത്. നല്ല തിളച്ച വെള്ളം ചേർത്താലേ നമുക്ക് റൈസ് നല്ല വൃത്തിക്ക് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അളവെല്ലാം കറക്റ്റാക്കി വെള്ളം തിളപ്പിക്കാൻ വെക്കുക. എന്നിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ 1 കപ്പ് റൈസിന് 1.5 കപ്പ് അളവിൽ വെള്ളമാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർത്ത് നമ്മൾ റൈസ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ആ സമയം കൂടെ നമ്മൾ ചിക്കൻ അവിടെ ഫ്രൈ ആയിട്ടുണ്ടാവും. നമ്മൾ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചിക്കന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ടൈം ആയിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അതിൽ നിന്ന് മാറ്റി വെക്കണം. പിന്നെ നമ്മൾ കൂടുതൽ സമയം ആ എയർ ഫ്രൈൻ്റെ അകത്ത് തന്നെ വെച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ചിക്കനെല്ലാം ഭയങ്കര ഒരു ഹാർഡായ പോലെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതെന്താ ചെയ്യുക, വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി, റൈസ് അവിടെ റെഡിയാകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ടുള്ള മസാല റെഡിയാക്കി എടുക്കലാണ്. അതിനായിട്ട് ഞാൻ ഇഞ്ചും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഓയിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരു 4 തക്കാളി ഞാൻ ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിൻ്റെ മല്ലിയിലയും പുതിനയിലയും തൈരും നാരങ്ങാനീരും ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ട് ഞാൻ നമ്മുടെ ഗരം മസാല, ബിരിയാണി മസാല ചേർക്കുന്നുണ്ട്. ബിരിയാണി മസാലേൻ്റെ അളവ് നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന ബിരിയാണി മസാലയ്ക്ക് അനുസരിച്ചിരിക്കും. ഇപ്പം ഞാനിതിലോട്ടൊരു 3/4 ടേബിൾ സ്പൂണോളം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ മസാലപ്പൊടികളൊന്നും ഞാൻ അതിലേക്ക് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് എരിവ് അനുസരിച്ച് വേണമെങ്കിൽ കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ എരിവ് തന്നെ ഉണ്ടാകും. അതുകൊണ്ട് വേറെ ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചല്ല വെക്കുന്നത്, അപ്പോൾ അതിൽ മുളക് പൊടിയെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ കുരുമുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. പിന്നെ മസാലയിൽ ഉപ്പ് നോക്കി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തതിൽ ഉപ്പ് വരും. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയതിന് ശേഷം ഉപ്പെല്ലാം ചേർത്ത് നന്നായിട്ട് മസാല റെഡിയാക്കി വെക്കാം. ഇനിയിപ്പോൾ ഇതാ മസാല എല്ലാം റെഡിയായതിന് ശേഷം നമ്മൾ ദം ഇടലാണ്. അപ്പോൾ ഞാനിതാ റൈസ് വേവിച്ച പാത്രത്തിൽ തന്നെയാണ് ദം ഇടുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ നമ്മൾ മസാലയും ചിക്കനും ഫ്രൈ ചെയ്ത ചിക്കനും ഒക്കെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ ഫസ്റ്റ് തന്നെ ഉള്ളി ഇടാൻ മറന്നുപോയി, റൈസ് ഇട്ട് പോയി. എപ്പോഴും അങ്ങനെ എനിക്ക് ഉള്ളി പൊരിച്ച് വെച്ചിട്ട് അത് മറന്നു പോടാൻ. അപ്പോൾ ഞാനതാ അതിൻ്റെ മുകളിൽ ഉള്ളിയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളെപ്പോഴും ചെയ്യണ പോലെ തന്നെ അല്പം നമ്മുടെ പൊരിച്ച ഉള്ളിയും കാഷ്യും മുന്തിരിയും അതുപോലെ കുറച്ച് എന്താ പറയുക നമ്മുടെ മല്ലിയിലയും
പിന്നെ ഇത്തിരി ബിരിയാണി മസാല ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ റൈസ് എല്ലാം ഇട്ട് കൊടുത്ത് ഇതേപോലെ തന്നെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മൾ ദമ്മിടാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ഫോയിൽ പേപ്പറൊക്കെ വെച്ച് കവർ ചെയ്യുക, അല്ലെങ്കിൽ നന്നായിട്ട് ഒരു മൂടി വെച്ച് കവർ ചെയ്താലും മതി. അപ്പോൾ അടിയിൽ എപ്പോഴും നമ്മൾ എന്താ ചെയ്യുക, ഒരു പാത്രം വെച്ച് കൊടുക്കട്ടോ. കാരണം അത് പെട്ടെന്ന് കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു അരമണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട്, ദമ്മിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് അരമണിക്കൂറിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അടിപൊളി പെർഫെക്റ്റായിട്ട് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.